ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഒരു കാഴ്ച കേട്ടത് നമ്മുടെ കിളിക്കൂടിൻ്റെ അടിയിൽ ഒരു കിളി ഇറങ്ങി വന്ന് ഇരിക്കുകയാണ്. ഇത് ഐദർ ഒന്നില്ലെങ്കിൽ അതിൻ്റെ അമ്മ തട്ടിയിട്ടതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അത് തന്നെത്താനെ ചാടി അറിയാണ്ട് വീണു പോയതും ആയിരിക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ അങ്ങനെ വാരി എടുക്കുക ചെയ്തത്. കാരണം കുഞ്ഞിക്കിളി കേട്ടത് ആയിക്കൂടി മുട്ട വിരിഞ്ഞിട്ട് ആയിക്കൂടി 1-2 ആഴ്ചയായിട്ടുള്ളൂ. ഫെതേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല, കുഞ്ഞിക്കിളിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അമ്മക്കിളിയുടെ കൂട്ടിൻ്റെ അകത്ത് 4 കിളികളുണ്ട്, കുഞ്ഞിക്കിളികളുണ്ട്. അതിലൊരു കിളിയാണ് ഇതിപ്പോൾ വീണിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഞാൻ അകത്ത് കൊണ്ടെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാലുമൊക്കെ വേസ്റ്റ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം മിക്കവാറും അതിൻ്റെ ഉള്ളിലുള്ള ആർക്കെങ്കിലും ലൂസ് മോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഉണക്കം പറ്റിയാണ് കാലും കയ്യിലൊക്കെ ആയിരിക്കുന്നത്. അപ്പം ഞാനിത് നമ്മളിങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഡേഞ്ചറസ് ആണ് സത്യം പറഞ്ഞാൽ. കാരണം അവർക്ക് മൂക്കിലും വായിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ അത് ശ്വാസം വലിക്കാനൊക്കെ തടസ്സം ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ ഇവരുടെ കാലും മുഖമൊക്കെ ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന വേസ്റ്റൊക്കെ ചെറുതായിട്ട് നമുക്ക് പൊട്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമുക്ക് പൊട്ടിച്ച് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ക്ലീനാക്കി കൊടുത്ത് ഞാൻ ഇതിനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വിറക്കിണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ മഴക്കാലമാണല്ലോ, ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ കപ്പിങ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ കൈ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ അവരുടെ ആ ഒരു കുറച്ച് ചൂട് അവർക്ക് കിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ. അപ്പം ഞാനിത് അതേപോലെ ഇപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപടി ഞാൻ അതിനെ തിരിച്ച് കൂടിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് നമ്മുടെ അമ്മക്കിളിക്ക് ഇങ്ങനെ കുട്ടികളെ തട്ടിയിടാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാവും. കൂടിൻ്റെ അകത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ കൂടിൻ്റെ അകത്തുനിന്ന് താഴത്തേക്ക് വീഴുന്നതും ആയിരിക്കാം. അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കൂടിൻ്റെ മോൾ ഭാഗത്തുനിന്ന് നമുക്കത് ഓപ്പൺ ചെയ്ത് കയറ്റാൻ പറ്റില്ല, കാരണം മഴവെള്ളം അകത്തേക്ക് വരുന്ന കാരണമുണ്ട്. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ വടിയിൽ അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആ ബാലൻസ് വെച്ചിട്ട് നമ്മൾ പതിയെ ഒന്ന് കയറ്റി കൊടുത്താൽ അത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.